നബവി ഇമാം റഹിമഹുല്ലാഹ് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന പണ്ഡിതൻ ശറഹ് മുസ്ലിമിൽ ശറഹ് മുഹല്ലബിലുമൊക്കെ അദ്ദേഹം പഠിപ്പിച്ചു വെച്ചു, ഷാഫി മദ്ഹബിന്റെ വീക്ഷണപ്രകാരം ഖബർ ഉയർത്താൻ പാടില്ല, ഉയർത്തിയാൽ പൊളിക്കണമെന്നാണ്. തെളിവ് നബി അലിയോട് പറഞ്ഞ ഈ ഹദീസാണ്. എന്ന ഹദീസ് ഖബർ ഉയർത്തിയാൽ പൊളിക്കണമെന്ന ഷാഫി മദ്ഹബിന്റെ അഭിപ്രായത്തിന് ബലം നൽകുന്നുവെന്നാണ് ഇമാം നബവി സഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തി വെച്ചത്. ഫത്തുൽ മുഈനിൽ പോലും പറഞ്ഞെന്താ, നിർബന്ധമായും പൊളിക്കണം, നിർബന്ധമായും പൊളിക്കണം. പൊതു ഖബർസ്ഥാനിലാണെങ്കിൽ നിർബന്ധമായും പൊളിക്കണമെന്നാണ് ഫത്തുൽ മുഈൻ. ആ ഒറ്റ മസ്ലമില തേങ്ങരത്ത് വലിയോറ മുതലമാടി എന്ന മഹല്ല് മൊത്തം മുജാഹിദായത്. അലി അബ്ദുൽ റസാഖ് മദനിയുടെയും അഹമ്മദ് അലി മദനിയുടെയും ഒക്കെ പിതാവ് അദ്ദേഹം അവിടുത്തെ അധികാരിയായിരുന്നു, ബ്രിട്ടീഷുകാരായിരുന്നു. അദ്ദേഹം വഹാബിയ, അദ്ദേഹം അധികാരിയാണ് അവിടെ. ആ സമയത്ത് മഹല്ല് പള്ളിയുടെ ഉത്തരവാദപ്പെട്ട ആളും അദ്ദേഹം തന്നെയാണ്. അങ്ങനെ പള്ളി പുതുക്കി പണിതപ്പോ അവസാനം കുറച്ച് കല്ലിന് ഷോർട്ട് വന്നു. അന്നത്തെ പോലെ ഫോൺ വിളിച്ചാല് കല്ലിട്ടുന്ന കാലല്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാ, പള്ളിപ്പണി സ്റ്റെക്കായി. അപ്പൊ അവസാനം ഓടി കൂടി ചർച്ച ചെയ്തിട്ട് പണ്ട് കാണും ചെയ്യാ, അവിടെ ആ പള്ളിപ്പറമ്പിൽ ആ കബറിനടുത്ത് കുറച്ച് കല്ലുണ്ട്, തൽക്കാലം കല്ലെടുക്കുക. ഈ കല്ല് വരുമ്പോ വേണേ നമുക്ക് അവിടെ വെക്കും ചെയ്യാം, ആറൊന്നുമില്ല, ഒരു കബറിനടുത്തിന് കുറച്ച് കല്ലുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ കമ്മിറ്റി കൂടി അങ്ങനെ ആ കല്ലെടുത്തു, പള്ളിപ്പണി പൂർത്തിയാക്കി. അപ്പൊ ചില മൗലവിമാരെ ഇടപെട്ടു, മൂപ്പര് വഹാബിയാണത്, അതുകൊണ്ട് വഹാബി ജാറം പൊളിച്ചു, അത് പ്രശ്നമുണ്ടാക്കി. ആകെ ബഹളും പ്രശ്നം, നാട്ടിലൊക്കെ അതിന്റെ പേര് പ്രശ്നങ്ങളും. കേസ് കൊടുക്കുന്ന ഹൈക്കോട്ടെ കേസ് കൊടുക്കുകയാണ്. അങ്ങനെ കേസ് കോടതിക്ക് എത്തി. അദ്ദേഹം അധികാരിയായതുകൊണ്ട് അദ്ദേഹം നേരിട്ട് കോടതിയിൽ വാദിക്കാൻ വേണ്ടി പോയി. അങ്ങനെ കോടതി കേസെത്തി. കോടതി ചോദിച്ചു, നിങ്ങൾ അവിടെ ഖബർ പൊളിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട് ഷാഫി മദ്ഹബ് അനുസരിച്ച് പോണ നാടാണ്, അവിടെ ഷാഫി മദ്ഹബ് പ്രകാരം പൊതു ഖബർസ്ഥാനിൽ കെട്ടി ഉയർത്തിയാൽ നിർബന്ധമായും പൊളിക്കണമെന്നാണ്, അതുകൊണ്ടാണ് പൊളിച്ചത്. അവന് മൂലമൊന്നും പറയാനല്ലോ, ഷാഫി മദ്ഹബ് ഞങ്ങളുടെ നാട്, അതുകൊണ്ടാണ് പൊളിച്ചത്. അപ്പൊ ചോദിച്ചു, എന്ത് പറയാനുണ്ട് കോടതി? മുസ്ലിയാക്കന്മാരെ പറഞ്ഞു, കിതാബ് അതുണ്ട്, പക്ഷേ അത് വ്യാഖ്യാനങ്ങൾ കൂടി പരിഗണിക്കണം. കോടതി വന്ന വ്യാഖ്യാനം കൊണ്ടുവരികയാണ്. അങ്ങനെ ഫത്തുൽ മുഈൻ വ്യാഖ്യാനമായ ഇആനത്ത് ത്വാലിബീൻ കൊണ്ടുവന്നിട്ട് മുസ്ലിയാക്കന്മാർ ഇതൊരു വാക്ക് പിടിച്ചു. ഇആനത്ത് ത്വാലിബീനിലുണ്ട്, ഇത് ഹാക്കിമിന്റെ ബാധ്യതയാണ്, ലാ അലൽ അഫ്റാദ്, വ്യക്തികൾ നടപ്പാക്കേണ്ടതല്ല, വ്യക്തികൾ ചെയ്യാൻ പാടില്ല, ഇത് ഭരണാധികാരി ചെയ്യേണ്ടതാണ്. അപ്പൊ അദ്ദേഹം അതെ, ഞാൻ അവിടുത്തെ അധികാരിയാണ്, അവിടെ ഞാൻ പൊളിച്ചാൽ ശരിയാണ്, എല്ലാവരും പൊളിക്കാൻ പാടില്ല, എനിക്ക് പൊളിക്കാം, ഒരിക്കലും പൊളിക്കാൻ പാടില്ല. കോടതി ശരിവെച്ചോ? അപ്പൊ യോഗ്യപ്പെട്ട ആൾ തന്നെ പൊളിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് ശരിയാണ്, ഷാഫി മദ്ഹബ് പ്രകാരം അങ്ങനെയാണ് വേണ്ടത്. ഇത് കോടതി ശരിവെച്ചു. അപ്പഴാ നാളം വായിച്ച് പഠിച്ചത് നമ്മൾ തിന്നാൻ കൊടുത്തിട്ട് ഓതുന്ന കിതാബിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ചങ്ങായിമായി കാലം വരെ പറന്നിട്ടില്ലല്ലോ, ഒരു മൊത്തം മുജാഹിദായി. നാടും പള്ളിയും പള്ളി കമ്മിറ്റി ഖബർസ്ഥാൻ അടക്കം കംപ്ലീറ്റ്